ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ IPL പ്ലേ ഓഫിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ലക്നൗ സൂപ്പർ ജയൻസും തയ്യാറാവുകയാണ്. ഈ ഒരു മത്സരം ലക്നൗവിനെ സംബന്ധിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മത്സരമല്ല. അവസാന മത്സരമായതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ കളിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അവരുടെ നയം. പക്ഷേ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഈ ഒരു മത്സരം. ഈ ഒരു മത്സരം അവർക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നെറ്റ് റൺ റേറ്റ് കൂടിയാണെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ട് ഈ ഒരു സീസണിൽ അവർക്ക് ഗ്രൂപ്പ് മത്സരങ്ങൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീമുകളൊക്കെ തന്നെ തുടർച്ചയായിട്ട് തോക്കുന്ന ഒരു അവസരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരങ്ങൾ ഇപ്പോൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റായ ടീമുകളെ സംബന്ധിച്ചും ആ ഒരു ഇടയ്ക്കത്തെ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ബാലൻസ് നഷ്ടപ്പെടുത്താൻ കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ മുംബൈയുടെ തോൽവി ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിന്. അഥവാ ചെറിയ നെറ്റ് റൺ റേറ്റ് ആണെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്കാണെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഇപ്പം നിൽക്കുന്ന പഞ്ചാബാണ് ഒന്നാം സ്ഥാനത്ത്, നിലവിൽ ബാംഗ്ലൂർ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആൻഡ് ഇത് LSGയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ LSG അവസാന മത്സരം ആയതുകൊണ്ട് തന്നെ ഒരു അടിപതറാത്തൊരു പോരാട്ടം നടത്താൻ തന്നെയായിരിക്കും തീരുമാനിച്ചു വരിക. ആൻഡ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് വലിയൊരു വിരാമം ഇടാൻ സാധിക്കുന്ന ഒരു സീസൺ തന്നെയാണ്. മൊത്തത്തിൽ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് സൈഡിലാണെങ്കിലും ബോളിംഗ് സൈഡിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു എബോവ് ആവറേജ് പ്രകടനം ടീം നൽകുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ RCBയെ സംബന്ധിച്ച് തന്നെയാണ്, ലക്നൗവിനെ സംബന്ധിച്ചല്ല RCBയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാച്ച് തന്നെയാണ്. ആൻഡ് പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ മത്സരങ്ങൾ ശക്തമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മുംബൈയുടെ തോൽവി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടൊരു കാര്യമായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുംബൈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് കളിച്ചു വന്ന രീതിയിൽ. കാരണം ഈ ഒരു പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും കൂടുതൽ 4ാം സ്ഥാനത്താണെങ്കിലും ഏറ്റവും കൂടുതൽ നെറ്റ് റൺ റേറ്റ് ഉള്ളൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇന്നലത്തെ ഒരു തോൽവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പഞ്ചാബ് കിടലായിട്ടായിരുന്നു ഇന്നലെ കളിച്ചത്. സോ വിച്ച് മീൻസ് പഞ്ചാബ് തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു കഴിഞ്ഞ തോൽവിക്കെതിരിൽ നിന്ന് അവർ തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. സോ പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ മത്സരങ്ങൾ ശക്തമാവുന്നുള്ള കാര്യം സംശയമില്ല. പിന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ശക്തരായ 4 ടീമുകൾ തന്നെയാണ് ഈ ഒരു പ്ലേ ഓഫിലേക്ക് വന്നിട്ടുള്ളതെന്നും. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ ശക്തമാകും. ഒരു വീക്ക് ടീമിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം കിടിലൻ ടീമുകൾ തന്നെയാണ് 4. അപ്പോൾ എന്തായാലും മത്സരങ്ങൾ തീ പാറുന്നുള്ള കാര്യം സംശയമില്ല. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തി. ബൈ ബൈ.